ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷെറിൻ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ബയോളജിയാണ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് വന്നതൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബയോളജിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഡയഗ്രാംസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഡയഗ്രാംസ് വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ ബയോളജിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു സിമ്പിൾ ഡയഗ്രാം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 9th തേർഡ് ചാപ്റ്റർ ആയ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് എന്താ ഡയഗ്രാം എന്ന് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലാബൽ ദ പാർട്സ്. ചിത്രം പകർത്തി വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പൊ എല്ലാവരും ചിത്രത്തിലോട്ട് നോക്കിക്കേ. എന്താ നമ്മുടെ ഈ ചിത്രത്തിൽ കാണാനുള്ളത്? 4 പാർട്സ് നമുക്ക് അടയാളപ്പെടുത്തണം. ഏതൊക്കെയാ 4 പാർട്സ് എന്ന് നോക്കിക്കേ. ABCD എന്ന് പറഞ്ഞിട്ട് 4 പാർട്സ് ഇതിലുണ്ട്. അപ്പൊ എല്ലാവരും ചിത്രത്തിൽ നോക്കുക. ആദ്യം നമ്മൾ എന്താ കാണുന്നത്? ഒരു പയറുമണി പോലത്തെ ഒരു ഭാഗം കാണുന്നില്ലേ? ഏത് അവയവമാണ് നമ്മളെ ശരീരത്തിൽ പയറുമണി പോലെ കാണപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവരും ഒന്ന് ആലോചിക്കേ. ഏതാണ് എ, ഏതാണ് ബി, ഏതാണ് സി, ഏതാണ് ഡി എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പയറുമണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ ഉണ്ടാവും എന്താണ് ഈ ഒരു അവയവം എന്നുള്ളത്. എല്ലാവരും ആലോചിച്ച് കഴിഞ്ഞോ? ആലോചിച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഉത്തരം എന്താന്ന് നോക്കിയാലോ. അപ്പൊ ഉത്തരം നോക്കിക്കേ. അപ്പൊ ഇത് കണ്ട ആരും പേടിക്കണ്ട. ഇതില് എല്ലാ പാർട്സും കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്ന് 4 പാർട്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്താണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്? എ ആണ്. എ എന്താണെന്ന് ഇതിൽ നോക്കിക്കേ. ഏതാ? മലയാളത്തിലാണെങ്കിൽ എക്ക് നമ്മൾ വൃക്ക അല്ലെങ്കിൽ കിഡ്നി എന്ന് പറയും. അപ്പൊ പയറുമണി എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? കിഡ്നിയാണ് അല്ലെങ്കിൽ വൃക്കയാണ് എ എന്ന് പറയുന്നത്. അപ്പൊ ബി എന്താണ്? ബി ട്യൂബ്. നമ്മുടെ വൃക്കയാണ് അല്ലെങ്കിൽ കിഡ്നിന്ന് താഴോട്ടേക്ക് പോകുന്ന ഈ ട്യൂബ്, അതാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ബി എന്താന്ന് നോക്കിയാലോ. ബി ആണ് മൂത്രവാഹി അല്ലെങ്കിൽ യുറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വൃക്കയിൽ പോകുന്ന ഈ ട്യൂബാണ് മൂത്രവാഹി അല്ലെങ്കിൽ യുറേറ്റർ എന്ന് പറയുന്നത്. അതാണ് ബി. ഇനി സി എന്താണ്? സി നമ്മളെ ഈ വൃക്കയിൽ വരുന്ന മൂത്രം അല്ലെങ്കിൽ നമ്മളെ യൂറിനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ സി എന്താ? എല്ലാരും ഉത്തരമൊക്കെ കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്താ സി എന്ന് നമുക്ക് നോക്കാം. സി ആണ് മൂത്രാശയം അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന എന്താണ്? ലാസ്റ്റ് ഡി എന്ന് പറയുന്ന പാർട്ടാണ്. ഡി ഏതാണ്? മൂത്രനാളി അല്ലെങ്കിൽ യൂറത്ര. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. എല്ലാ പാർട്സും എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പഠിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ഡയഗ്രാം ആയിട്ട് കാണാം. താങ്ക്